കണ്ണൂരിൽ KSU പ്രതിഷേധത്തിനിടെ പരിക്കേറ്റ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. മന്ത്രിയുടെ കഴുത്തിനേറ്റ പരിക്കിന്റെ വേദന കൈയിലേക്ക് കൂടി വ്യാപിച്ചെന്നാണ് ആശുപത്രി സൂപ്രണ്ട് പറയുന്നത്. പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ 5 KSU പ്രവർത്തകരെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. മന്ത്രി വീണ ജോർജിന്റെ ഔദ്യോഗിക വാഹനം തടഞ്ഞ സംഭവത്തിൽ 10 യൂത്ത് ലീഗ് പ്രവർത്തകരെതിരെ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തുവെന്നും മറ്റൊരു വാർത്ത കണ്ണൂർ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്നലെ രാത്രിയിലും കണ്ണൂരിലെ വിവിധയിടങ്ങളിൽ അക്രമങ്ങൾ അരങ്ങേറി. കണ്ണൂരിൽ നിന്ന് അജീഷ് ജയകുമാർ പ്രതിഷേധത്തെക്കുറിച്ച് പറയാൻ നമുക്കൊപ്പം ചേരുന്നു. അതുപോലെ ഇപ്പോൾ വീണ ജോർജ് ചികിത്സയിലുള്ള പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് അരുൺ പാറയ്ക്കൽ ചേരും. അതുപോലെ തിരുവനന്തപുരത്ത് ഇതുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പറയാൻ അലക്സ് റാം മുഹമ്മദും ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ ആർമി ഗ്രൗണ്ടിൽ ഇറങ്ങിക്കഴിഞ്ഞു. അജീഷ് ജയകുമാറിലേക്ക്. അജീഷ്, ഇന്നലെ രാത്രി പലയിടങ്ങളിലും പ്രതിഷേധം അരങ്ങേറി അക്രമങ്ങൾ ഉണ്ടായി എന്നുള്ള വാർത്തകൾ വരുന്നുണ്ടല്ലോ. രണ്ടുപേരും കട്ടയ്ക്കോ അതോ കോൺഗ്രസ് ലോ പ്രൊഫൈലിലാണോ? എന്താ വിവരം? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ. എന്തായാലും ഇന്നലെ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെ കണ്ണൂർ ജില്ലയിൽ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ രാത്രിയിലും പലയിടത്തും കോൺഗ്രസ് ഓഫീസുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായത്. കോടിയേരിയിൽ ഇല്ലത്തു താഴത്ത് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി ഓഫീസ് തീയിട്ട് നശിപ്പിച്ചിരുന്നു. അതിന് പിന്നിൽ CPM പ്രവർത്തകരാണെന്നാണ് കോൺഗ്രസ് ആരോപിച്ചത്. രാത്രി വൈകി പിന്നീട് ഫയർഫോഴ്സ് എത്തിയാണ് അവിടെ മണ്ഡലം കമ്മിറ്റി ഓഫീസ് തീ അണച്ചത്. കൂടാതെ ഈ രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ KSU സ്ഥാപിച്ച കൊടിമരം ഉൾപ്പെടെ നശിപ്പിച്ചിരുന്നു. അങ്ങനെ പലയിടത്തും KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെ അടക്കം കൊടിമരങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്നലെ ഈ സംഭവം നടന്ന കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് കയറുന്ന ഈ കവാടത്തിന് മുന്നിലാണ്. ഇവിടെ വെച്ചിട്ടാണ് ഈ സംഭവങ്ങളെല്ലാം അരങ്ങേറുന്നത്. ഇന്നലെ മന്ത്രി ഈ വന്ദേ ഭാരത് ട്രെയിനിൽ കയറാനായി ഈ കവാടം വഴി 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് കടക്കുമ്പോഴാണ് ഇവിടെ വെച്ച് KSU പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കടുത്ത ആ കൊടിയുമേന്തി മന്ത്രിയുടെ അടുത്തേക്ക് പാഞ്ഞെത്തിയത്. ആ സമയത്താണ് മന്ത്രിയുടെ സുരക്ഷയ്ക്കായി ചുറ്റുമുണ്ടായിരുന്ന പോലീസുകാർ ഈ KSU പ്രവർത്തകരെ തടഞ്ഞതും പിന്നീട് വലിയ പിടിവലിയുമൊക്കെ ആവുകയും ചെയ്തു. ഇതിനിടയിൽ മന്ത്രിക്ക് പരിക്കു പറ്റി എന്നാണ് മന്ത്രി പറയുന്നത്. പിന്നീട് ഈ പ്ലാറ്റ്ഫോം വഴി തന്നെ ഇതുവഴി തന്നെ നടന്ന് ലിഫ്റ്റിൽ കയറി അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ വന്ദേ ഭാരത് ട്രെയിൻ നിർത്തുന്ന അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ മന്ത്രി പോവുകയായിരുന്നു. അവിടെ എത്തിയതിന് ശേഷമാണ് അവരോട് ഇരിക്കുമ്പോഴാണ് ഈ കഴുത്തിന് വേദന അനുഭവപ്പെടുന്നത്. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന അതേ വന്ദേ ഭാരത് ട്രെയിനിൽ തന്നെ തിരുവനന്തപുരത്തേക്ക് പോകാൻ അവിടെ ഉണ്ടായിരുന്ന സ്പീക്കർ AN ഷംസീറാണ് പിന്നീട് മുഖ്യമന്ത്രിയെ ഫോൺ വിളിച്ച് ആ മന്ത്രിക്ക് ഇങ്ങനെ പരിക്ക് പറ്റിയ കാര്യം പറയുന്നത്. മുഖ്യമന്ത്രി തന്നെ ആരോഗ്യമന്ത്രിയോട് ഫോണിൽ സംസാരിക്കുന്നുമുണ്ട്. അങ്ങനെ മുഖ്യമന്ത്രി നിർദ്ദേശത്തിനനുസരിച്ചിട്ടാണ് യാത്ര മാറ്റിവെച്ച് മന്ത്രി പിന്നീട് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് പോകുന്നതും അവിടുന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നതും. ഇന്നലെ ഈ സംഭവം ഉണ്ടായ സമയത്ത് തന്നെ ഈ 5 KSU പ്രവർത്തകരെയും കണ്ണൂർ ടൗൺ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. കേസ് എടുത്തിരിക്കുന്നത് ഈ റെയിൽവേ സ്റ്റേഷനിലായതുകൊണ്ട് തന്നെ കണ്ണൂർ ടൗൺ റെയിൽവേ പോലീസാണ് കേസ് എടുത്തിരിക്കുന്നത്. 5 KSU പ്രവർത്തകരാണ് ഇതിൽ പ്രതികളായിട്ടുള്ളത്. ഇവർക്കെതിരെ വധശ്രമം ഉൾപ്പെടെ ഗുരുതരമായിട്ടുള്ള വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. ആയുധം ഉപയോഗിച്ച് ദേഹോപദ്രവം ഏൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. ഈ വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ ഇന്നലെ രാത്രി തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയിരുന്നു. ഇവരെ മാർച്ച് 12 വരെയാണ് നിലവിൽ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇന്നലെ ഈ മന്ത്രി കണ്ണൂർ ടൗൺ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്ന സമയത്ത് കണ്ണൂരിലെ AKG ആശുപത്രിക്ക് മുന്നിലും പ്രതിഷേധമുണ്ടായിരുന്നു. അവിടെ യൂത്ത് ലീഗ് പ്രവർത്തകരാണ് മന്ത്രിയുടെ വാഹനം തടഞ്ഞത്. ആ വാഹനം തടഞ്ഞ ആ സംഭവത്തിലും 10 യൂത്ത് ലീഗ് പ്രവർത്തകരെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരെയും ഇന്നലെ രാത്രി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരുന്നു. വലിയ പ്രതിഷേധം തന്നെ കണ്ണൂരിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. CPM പ്രവർത്തകർ പലയിടത്തും പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പ്രതിഷേധ മാർച്ച് നടത്താനും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. സംഘർഷവും ഉണ്ടാകാനുള്ളൊരു സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിനും കണ്ണൂരിലെ DCC ഓഫീസിനും കനത്ത സുരക്ഷ തന്നെ പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. SK. ഓക്കെ, കണ്ണൂരിൻ്റെ പല ഭാഗങ്ങളിലും ഇന്നലെ അക്രമം അരങ്ങേറിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രവർത്തകരെ സമാധാനിപ്പിക്കാൻ CPM വല്ലാതെ ബുദ്ധിമുട്ടിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ പ്രതിഷേധം വ്യാപകമായി ഇന്നലെ കണ്ണൂരിൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് മന്ത്രി വീണ ജോ ആക്രമിക്കപ്പെട്ടു എന്ന വ്യാപകമായി വാർത്ത വരുന്നതോടെയാണ് പലയിടങ്ങളിലും അക്രമം ഉണ്ടായത്. കനത്ത പോലീസ് ബന്ദോബസ്ത് പലയിടങ്ങളിലും ഏർപ്പെടുത്തിയിരുന്നെങ്കിലും അത് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് കണ്ണൂർ ബ്യൂറോ നമുക്ക് നൽകുന്ന വിവരം. ഇനി പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് അവിടെ അരുൺ പാറയ്ക്കലുണ്ട്. അരുൺ പാറയ്ക്കൽ മന്ത്രി വീണ ജോർജിൻ്റെ ആരോഗ്യനിലയെക്കുറിച്ച് നമ്മൾ പറയും. അരുൺ, ഗുഡ് മോർണിംഗ്. അരുൺ, ശരിക്കും അവരുടെ കൈകളിലേക്കും വേദന പടർന്നു എന്ന രീതിയിൽ മെഡിക്കൽ സൂപ്രണ്ടിൻ്റെ ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട്. എന്നാൽ ഇതൊക്കെ ഒരു നാടകമാണ് എന്ന രീതിയിലാണ് കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത്.
ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പരിയാരം മെഡിക്കൽ കോളേജിന് മുൻപിലാണ്. ഇപ്പോൾ നമ്മൾ അല്പസമയം പരിയാരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് വീണ ജോർജിന്റെ കഴുത്തിനേറ്റ പരുക്ക് അത് നല്ല സാരമുള്ളതാണ് എന്ന് ഡോക്ടർമാർ വ്യക്തമാക്കുന്നുണ്ട്. ഇന്നലെ രാത്രിയോടുകൂടി വീണ്ടും MRI സ്കാനിംഗ് എടുത്തിരുന്നു, വിദഗ്ധ പരിശോധനകൾ നടത്തിയിരുന്നു. BP വർദ്ധിക്കുന്നു, രക്തസമ്മർദ്ദം വർദ്ധിക്കുന്നു എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അത് കുറയ്ക്കാനുള്ള ചികിത്സകളാണ് ഇപ്പോൾ നൽകുന്നത്. 10 മണിയോടുകൂടി മെഡിക്കൽ ബോർഡ് യോഗം ചേരും. യോഗത്തിന് ശേഷം മാത്രമായിരിക്കും ഏത് രീതിയിലാണ് ഇനി ചികിത്സ നൽകേണ്ടത് എന്നതിനെക്കുറിച്ചൊരു വ്യക്തതയുണ്ടാവൂ. MRI സ്കാനിൻ്റെ റിസൾട്ട് അത് ഇന്ന് ലഭിക്കും. ആ റിസൾട്ട് ലഭിച്ചതിന് ശേഷം ന്യൂറോ സർജനുമായി ബന്ധപ്പെട്ട മറ്റ് ചികിത്സയുടെ കാര്യങ്ങൾ അത് പരിശോധിക്കുമെന്നാണ് മെഡിക്കൽ സൂപ്രണ്ട് അറിയിച്ചിരിക്കുന്നത്. ഈ കഴുത്തിനേറ്റ പരുക്ക് ആ വേദന കയ്യിലേക്ക് കൂടി വ്യാപിക്കുന്നുണ്ട് എന്നും ഡോക്ടർമാർ സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും വിദഗ്ധ ചികിത്സ മന്ത്രിക്ക് നൽകുന്നുണ്ട്. പരിയാരം മെഡിക്കൽ കോളേജിലെ ICUവിലാണ് ഇപ്പോഴും മന്ത്രി ചികിത്സയിലുള്ളത്. ICUവിൽ നിന്ന് മാറ്റുന്ന കാര്യത്തിലൊരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല. 10 മണിക്ക് മെഡിക്കൽ ബോർഡ് യോഗം ചേർന്നതിന് ശേഷം മാത്രമായിരിക്കും മറ്റ് നടപടിക്രമങ്ങളെക്കുറിച്ച് ആലോചിക്കുക. SKN. ഓക്കെ, താങ്ക് യു. അരുൺ പാറക്കലാണ് വിവരങ്ങൾ നൽകിയത്. ഇനി തിരുവനന്തപുരത്തെ കലക്ടർ മുഹമ്മദ് ചേരിക്കാണ്. ശരിക്കും വ്യാപകമായ വിമർശനങ്ങൾ ഉയരുന്നു. ചിലർ ഈ അക്രമത്തെ ഒരു നാടകമായി കാണുന്നു. എന്നാൽ കരുതിക്കൂട്ടിയുള്ള ആക്രമണമാണ്, കൊലപ്പെടുത്താൻ പോലും ശ്രമം നടന്നുവെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. എന്താണ് ഇതിൻ്റെ രാഷ്ട്രീയ വിശകലനങ്ങൾ, അലക്സ്? ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ഉണ്ടാകുന്ന ചികിത്സാ പിഴവിൽ വലിയ പ്രതിരോധത്തിലായിരുന്നു ആരോഗ്യവകുപ്പ്. ആരോഗ്യമന്ത്രിക്കെതിരെ ആ പശ്ചാത്തലത്തിലാണ് പ്രതിപക്ഷ യുവജന സംഘടനകളും പ്രതിഷേധം ശക്തമാക്കിയത്. ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് വരെ യൂത്ത് കോൺഗ്രസ് അതിക്രമിച്ചു കയറി റീത്ത് വയ്ക്കുന്ന പ്രതിഷേധം വരെ നടത്തിയിരുന്നു. വലിയ വിമർശനങ്ങൾക്ക് ആ പ്രതിഷേധ മുറ അത് ഇടയാക്കുകയും ചെയ്തു. അതിനു പിന്നാലെയാണ് കണ്ണൂരിലേക്ക് പൊതുപരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ മന്ത്രി മടങ്ങുന്ന വഴിക്ക് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് KSU പ്രതിഷേധം ഉണ്ടാകുന്നതും പ്രതിഷേധത്തിനിടയ്ക്ക് മന്ത്രിക്കെതിരെ കയ്യേറ്റമുണ്ടായി എന്ന ആരോപണം ഉണ്ടാകുന്നതും. ഇതിൽ CPM ആരോപിക്കുന്നത് സംസ്ഥാന ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഒരു വനിതാ മന്ത്രിയെ തെരുവിൽ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നത്. ആ തരത്തിലാണ് ഒരു വനിതാ മന്ത്രി ആക്രമിക്കപ്പെട്ടത്. കരുതിക്കൂട്ടി ഗുണ്ടാ സംഘങ്ങൾ ആക്രമിക്കുകയായിരുന്നു എന്നാണ് CPMന്റെ ഉന്നത നേതാക്കൾ, സംസ്ഥാനത്തെ ഉന്നത നേതാക്കൾ തന്നെ പറയുന്നത്. സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് CPM ആഹ്വാനം ചെയ്തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ ആരോഗ്യവകുപ്പ് പ്രതിരോധത്തിലായതിൽ ഈ ആരോഗ്യമന്ത്രിക്കെതിരായ കയ്യേറ്റ ശ്രമം അത് രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്നു CPIM എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ വിധത്തിൽ തന്നെയാണ് CPIMന്റെ പോഷക സംഘടനകൾ, ബഹുജന സംഘടനകളൊക്കെ ഈ വിഷയം ഏറ്റെടുത്തിരിക്കുന്നതും പ്രതിഷേധവുമായി തെരുവിലേക്കുള്ളത്. അതായത് DYFI, SFI അടക്കം ഈ വിഷയത്തിൽ കനത്ത പ്രതിഷേധവുമായി തെരുവിലുണ്ട്. അതേസമയം ഇതൊരു നാടകമാണ് എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. പ്രതിപക്ഷ നേതാവും അതുപോലെ പ്രതിപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളും KSU അടക്കമുള്ളവർ പറയുന്നത് ഈ പ്രതിഷേധക്കാർ മന്ത്രിയുടെ അടുത്തേക്ക് പോലും എത്തിയിട്ടില്ല. ദൃശ്യങ്ങളിൽ നിന്ന് അത് വ്യക്തമാണ്. മന്ത്രി ഈ കരിങ്കൊടി പ്രതിഷേധത്തിന് പിന്നാലെ 3ാം പ്ലാറ്റ്ഫോം വരെ നടന്നുപോയ മന്ത്രിക്ക് പിന്നെ എങ്ങനെയാണ് പരിക്കുണ്ടാകുന്നത് എന്നുള്ള ചോദ്യമാണ് അവർ ഉയർത്തുന്നത്. ആ തരത്തിൽ പ്രതിരോധിക്കാനാണ്. ഇതൊരു രാഷ്ട്രീയ നാടകമാണ്, തിരക്കഥയാണ്. ഇതിനു പിന്നിൽ ഷംസീർ അടക്കം, സ്പീക്കർ AN ഷംസീറിനടക്കം ഇതിൽ പങ്കുണ്ട് എന്ന വിഷയമാണ്, എന്ന തരത്തിലുള്ള വിമർശനമാണ് പ്രതിപക്ഷം നടത്തുന്നത്. ആ തരത്തിൽ പ്രതിരോധിക്കാനാണ് പ്രതിപക്ഷം നീക്കം നടത്തുന്നത്. അതേസമയം ഇന്നലെ സ്പീക്കർ AN ഷംസീർ തിരുവനന്തപുരത്തേക്ക് കണ്ണൂരിൽ നിന്ന് മടങ്ങിയെത്തിയിരുന്നു. അദ്ദേഹവുമായി മാധ്യമങ്ങൾ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് ഈ 3ാം പ്ലാറ്റ്ഫോമിലേക്ക് ആരോഗ്യമന്ത്രി മടങ്ങിയെത്തിയതിനു ശേഷമാണ് അവർക്ക് കഴുത്തിൽ വേദന അനുഭവപ്പെട്ടത്, അസ്വസ്ഥത അനുഭവപ്പെട്ടത്. അവരുടെ പരിക്കും അവരുടെ ബുദ്ധിമുട്ടും താൻ നേരിട്ട് ബോധ്യപ്പെട്ടതാണ്. താൻ ഒരു സഭാ നാഥനാണ്. ഏത് സാമാജികനും ഈ തരത്തിൽ തെരുവിൽ ആക്രമിക്കപ്പെടാൻ പാടില്ല. അത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണെങ്കിലും ഉമാ തോമസ് ആണെങ്കിലും അത് വീണ ജോർജ് ആണെങ്കിലും താൻ സ്വീകരിക്കുക ഒരേ നിലപാട് തന്നെയാണെന്നാണ് സ്പീക്കർ AN ഷംസീർ പറഞ്ഞത്. കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വരട്ടെ, ആ ദൃശ്യങ്ങളിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാകട്ടെ. പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങൾ പൂർണ്ണമായി തള്ളിക്കളയുന്നു എന്നാണ് ഭരണപക്ഷം, അതായത് CPIMും സർക്കാർ വൃത്തങ്ങളും വ്യക്തമാക്കുന്നത്. എന്താണെങ്കിലും ഇന്നും ആ പ്രതിഷേധങ്ങൾ CPIMന്റെയും DYFIയുടെയും SFIയുടെയും പ്രതിഷേധങ്ങൾ തുടരും. ഇന്നലെ രാത്രിയൊക്കെ സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിലും തിരുവനന്തപുരത്തും ഒക്കെ നടന്ന പ്രതിഷേധങ്ങളിൽ വിവിധയിടങ്ങളിൽ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പുതുയുഗ യാത്രയുടെ ഫ്ലെക്സ് ബോർഡുകളും മറ്റുമൊക്കെ വ്യാപകമായി കീറിയിരുന്നു. അതിൽ വലിയ തോതിലെ കൗണ്ടർ പ്രതിഷേധങ്ങൾ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും നടത്തിയത് സംഘർഷാവസ്ഥയ്ക്ക് പലയിടങ്ങളിലും കാരണമാക്കി. ഇന്നും ആ പ്രതിഷേധം ആ തരത്തിൽ തന്നെ തുടരുകയാണെങ്കിൽ സംസ്ഥാനത്ത് പലയിടങ്ങളിലും സംഘർഷ സാധ്യതയ്ക്ക് ഈ വിഷയം കാരണമാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.